ഹൈവ വെൽക്കം ബാക്ക് ട്രിപ്പ് മല്ലു. അപ്പം എൻ്റെ പേര് ഷമീർ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ദൊഡ്ഡാൽമരം എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ ആൽമരത്തിൻ്റെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശമാണ്. 100 കണക്കിന് ചെടികളും ഫലവൃക്ഷങ്ങളുള്ള ഫാമുകളുള്ള ഒരു ഏരിയ. അപ്പം അതിൽ ഒരു ഫാമിൽ മാത്രമേ നമ്മൾ കയറിയിട്ടുള്ളൂ. അതുപോലെ 100 കണക്കിന് ഫാമുകളും ഇതുപോലെ നഴ്സറികളും ഗാർഡനും ഈ പരിസരത്തുണ്ട്. അപ്പം നമ്മൾ വന്നേക്കുന്ന റോസ് ഫാം ആൻഡ് നഴ്സറി എന്ന് പറഞ്ഞ ഒന്നിലാണ്. ഇവർക്ക് തന്നെ 8 യൂണിറ്റ് ഉണ്ട്. അതിൽ 4ാമത്തെ യൂണിറ്റിലാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണുക. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ ചെടികളൊക്കെ കയറി പോകുന്ന ഇതാണ്. ബോൺസായി ആയാലും ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് മനോഹരമായ കാഴ്ചയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പം തന്നെ ഇവൻ്റെ ഫാമിൻ്റെ പുറംഭാഗത്ത് റോഡ് സൈഡിനോട് അടുപ്പിച്ചുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെയുള്ള സ്റ്റാച്യൂയും കാര്യങ്ങളൊക്കെയാണ്. പല വിലയുടെയുണ്ട്. 50 രൂപ തൊട്ടിട്ട് 10 ലക്ഷം രൂപ വരെയുള്ള സ്റ്റാച്യൂകൾ, മറ്റേ വാട്ടർഫാൾസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട്. ബുദ്ധൻ്റെ പ്രതിമകൾ ഒരുപാടുള്ളത് ഞാൻ കണ്ടതിൽ ബുദ്ധൻ്റെ പ്രതിമയാണ് ഒരുപാടുള്ളത്. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെടിച്ചട്ടി ആയാലും ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന പല ഐറ്റംസ് ആയാലും ഭരണികളായാലും പല ടൈപ്പ് പല വെറൈറ്റിയിൽ മാർബിളിലുള്ളത്, അങ്ങനെയുള്ള പല വെറൈറ്റികളും കല്ലിൽ കൊത്തി വെച്ചത്, കോൺക്രീറ്റ് ചെയ്തത്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്പം ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആ സമയത്ത് അധികം ആളില്ലാത്തത് കൊണ്ട് പല പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുക. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകൾക്കും മറ്റ് നഴ്സറികൾക്കെല്ലാം ഈ ഭാഗത്തു നിന്നാണ് സാധനങ്ങൾ വരുന്നത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് 35-36 കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരേക്ക് വരുന്ന റോഡിൽ എന്ന് പറഞ്ഞാൽ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ്, ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് ഉള്ള ഒരു സ്ഥലമാണ് ദൊഡ്ഡാൽമര. ഞാൻ ലൊക്കേഷന് ആഡ് ചെയ്തേക്കാം. ദൊഡ്ഡാൽമരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ആണ് ആൽമരം, വലിയ ആൽമരം എന്നുള്ള. അപ്പം അതുപോലെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ തെറ്റ് പറ്റിയിട്ട് ദൊഡ്ഡാലട മരം എന്നാണ് പറഞ്ഞത്. അപ്പം ദൊഡ്ഡാലത മരം എന്നാണ്. അപ്പം ആ ഒരു തെറ്റ് പറ്റിയതിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇവിടെ ഇനിയിപ്പം നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ചെടികൾ, ഒരു ചെടിയിൽ തന്നെ പൂവുകൾ എത്ര ഒരുപാട് തരം വെറൈറ്റി പുഷ്പങ്ങളൊക്കെയുള്ള ചെടികൾ മുന്നോട്ടുണ്ട് നമ്മുടെ കാഴ്ചയിൽ. അപ്പം ഇതന്നെ ഞാൻ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ പോയി ഒരു സൈഡ് വഴി പോയി ഒരു സൈഡ് വഴി തിരിച്ചു വന്നു. അപ്പോൾ അതിന്ന് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഒരുപാട് ഗ്യാപ്പുകളും ഫാമുകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് നല്ല വെയിലുമായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കിലായതുകൊണ്ട് ആ ഭാഗത്തോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോർമൽ പോയ ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ 100 കണക്കിന് ഫാമുകളുള്ളതിൽ ജസ്റ്റ് ഒരു ഫാമിൽ മാത്രമാണ് ഞാൻ കയറിയിട്ടുള്ളത്. അപ്പം ബാക്കിയൊക്കെ നിങ്ങളൊന്ന് കണ്ടു. ഇതെന്തൊക്കെ ചെടി എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇവിടെയുണ്ട്. ഇതിൻ്റെ പ്രൈസ് 50 രൂപ. ഇതെല്ലാം ചെടി എന്നൊന്നും ചോദിക്കരുത്, അതെനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചെടികളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ 150 രൂപയാണ് ഈ ചെടി. ഇതിൻ്റെ സൈഡിൽ വില അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനുള്ള വീഡിയോയിൽ ആ സൈഡിൽ വില ആദ്യം കാണും. അപ്പോൾ അതിന് കണക്കായിട്ട് നിങ്ങൾ വില നോക്കും. ഓരോന്നിനും ഞാൻ വില പറയണം എന്നില്ലല്ലോ. ഇതൊക്കെ 250 രൂപയാണ്. $250 പെർ പീസ്.
അവിടുന്ന് പുറത്ത് കടന്നു. അപ്പോൾ നമ്മൾ മെയിൻ റോഡ് നോക്കുമ്പോൾ അതിൻ്റെ ഇടതുഭാഗത്ത് ഇതിന് നമ്മളിപ്പോൾ കാണിച്ച സ്ഥാപനം നേരെ ഓപ്പോസിറ്റുള്ള ഇതാണ്. അതിൻ്റെ അകത്തോട്ടും ഞാൻ കയറിയിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇടത്തായാലും വലത്തായാലും പിന്നെ ഉള്ളോട്ടുള്ള റോഡിലും മുഴുവൻ ഇത്തരം സ്ഥാപനങ്ങളാണ്. 100 കണക്കിനെന്ന് പറയാതെ 100 200 ഒന്നും അല്ല എന്നാണ് എൻ്റെ അറിവ്. എങ്ങോട്ട് പോയാലും ഇവിടുന്ന് ഉള്ളോട്ട് എവിടോട്ട് പോയാലും ഇതുപോലെയുള്ള ഇതിപ്പോൾ വേറൊരു ഫാമാണ്. ഇതുപോലെയുള്ള പലതരം എല്ലാത്തിലും കയറി നടക്കൂല എന്ന് വെച്ചത് കൊണ്ടാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ഐവ.